ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിട്ടോ. കാരണം ബറാത്ത് നോമ്പിന്റെ ദിവസം തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ട വന്നല്ലോ എന്നുള്ളൊരു ദുഃഖം മാത്രമാണ് എനിക്കുള്ളത്. ഞാനും ഇന്ന് നോമ്പിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന ആ ഒരു അത്രയും മഹാനായ ഒരു മനുഷ്യന്റെ പേര് വെച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. വെറും 18 വയസ്സ് മാത്രം തികഞ്ഞ സ്വന്തം മകളെ നുറുക്കിയ ഒരു ഒരു പിതാവാണ് ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന ഒരാള്. അയാളുടെ പേര് തന്നെ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് യോജിച്ചതല്ല. അത്രയും എന്താ പറയാ, നരനിൽ നരനാണ്, മനുഷ്യനിൽ മനുഷ്യൻ തന്നെ. പക്ഷേ മൃഗീയമായ ഒരു മൃഗത്തിൻ്റെക്കാൾ സ്വഭാവമുള്ളൊരു മനുഷ്യൻ. അത് എങ്ങനെ ആയിത്തീരുന്നു വെച്ച് കഴിഞ്ഞാല് വേറൊന്നുമല്ല, ഈ മയക്കുമരുന്നിനും ലഹരിക്ക് അടിമയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ സ്വന്തം മകളെയും സ്വന്തം പെങ്ങളെയും സ്വന്തം ഭാര്യയൊന്നും തിരിച്ചറിയാൻ, സ്വന്തം അമ്മയെയും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരുന്നത് ഇങ്ങനെ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ബറാത്ത് രാവും ബറാത്ത് നോമ്പും എത്രത്തോളം മഹനീയമാണ്, എത്രത്തോളം മഹത്തരമാണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ മോൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തമില്ലാത്ത മനുഷ്യർ ചെയ്തു കൂട്ടുന്നത്, നിരപരാധിയായ ഒരുപാട് പിഞ്ചു മക്കളടക്കം ഇതിനൊരു എന്താ പറയുക, ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. എന്ത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലഹരി എന്ന് പറയുന്ന ഈ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഈ ഒരു വസ്തു, ഈ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ അമ്മനെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. അവർക്ക് അപ്പോഴത്തെ ആ ഒരു ആവശ്യം എന്താണോ അത് നടക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പോ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം മാതാപിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ചെയ്യാം. ഇതിപ്പോ സ്വന്തം ജന്മം നൽകിയ പിതാവിന്റെ കൈ കൊണ്ട് തന്നെ വെട്ടി നുറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം നീചമായൊരു പ്രവൃത്തിയാണിത്. പിന്നീട് അത് പശ്ചാത്തപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എൻ്റെ ലഹരിയിൽ ഞാൻ അങ്ങനെ ചെയ്താണ്, എൻ്റെ പൊന്നുമോളെ ഞാൻ എന്ത് ചെയ്തു മകനെ, തെറ്റ് പറ്റിയടാ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ചിന്തിക്കണമായിരുന്നു. ഗൾഫിൽ ജോലിക്ക് പോയിട്ട് ലീവിന് വന്നതാ തോന്നുന്നു, 3 മാസമായി നാട്ടിൽ വന്നിട്ട് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഇയാളുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്നും പറയുന്നു. നാട്ടുകാരൊക്കെ പറയുന്നത് ഇയാൾ ഭയങ്കരമായിട്ട് ലഹരിക്ക് അടിമയാണ്, എന്നും പ്രശ്നമാണ്, ഭാര്യയുമായിട്ട് ഡിവോഴ്സിന്റെ ഒരു അവസ്ഥയിൽ എത്തിയതായിരുന്നു. എന്നിട്ടും ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണെന്ന്. കാരണം ഡിവോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഭാര്യമാരുടെ അടുത്ത് വീട്ടുകാർ പറയും, മക്കളില്ലേ നിനക്ക്, ഇനി അവരും എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്താ പറയാ, ആ കെട്ട് വീണ്ടും ഒന്ന് കെട്ടിക്കൊടുക്കും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് മുറിച്ചു മാറ്റിയ കയറിനെ ഏച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അത് മുഴച്ചു തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഒന്നുകിൽ ആരെങ്കിലും ഒരാൾ മരിക്കും, അല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അവിടെ. ഇപ്പൊ ആ കുട്ടിനെയാണ് അയാൾ വെട്ടി നുറുക്കിയത്. തടുക്കാൻ പോയ ഒരാളുണ്ടായിരുന്നു അത്ര, അയാൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സത്യം എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ള നരാധമന്മാരെ വെറുതെ വിടരുത്, ജീവപര്യന്തം തന്നെ കൊടുക്കുക. ഇനി ലഹരി ബോധം ഇല്ലാണ്ടാണ് ചെയ്തത്, ബോധത്തോടെ അല്ലല്ലോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് കോടതി വെറുതെ വിടാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഭയങ്കര മോശമായി പോയി, ഭയങ്കര സങ്കടമായി പോയി. ആ കുഞ്ഞ് വെറും എന്താ പറയാ, ജീവൻ എന്താണെന്നോ ജീവിതം എന്താണെന്നോ തിരിച്ചറിയുന്ന ഒരു നിമിഷത്തിന്റെ ആ ഒരു സമയത്താണ് ഈ ഒരു മനുഷ്യൻ ആ കുട്ടീനെ കൊന്നത്. എന്നാലും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഞാൻ നോമ്പ് തന്നെയാണ്, അതുകൊണ്ട് അധികം അവരെ കുറിച്ചിട്ട് വേറൊരു രീതിയിൽ സംസാരിക്കാനും കഴിയില്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.